ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യഭാമയും വിഷ്ണു രോഹിത്തൊക്കെ എത്തിയ ഉടൻ തന്നെ താൻ കാണുന്ന കാഴ്ച സത്യയുടെ അച്ഛൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സത്യയുടെ അച്ഛൻ്റെ പുറംവശമാണ് വിഷ്ണു കാണുന്നത് കേട്ടോ. ഇതേ സമയം വിഷ്ണുവിനെ അത് അംഗീകരിക്കാൻ കഴിയില്ല. പപ്പിയാണ് പറയുന്നത് സത്യയുടെ അച്ഛൻ വന്നു എന്നുള്ളത്. ആ സന്തോഷത്തിൽ അങ്ങ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വിഷ്ണുവും സത്യഭാമയും രോഹിത്തൊക്കെ ആകെ ഞെട്ടലോട് കൂടിയാണ് കേട്ടോ. ഈ സമയം വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കി സത്യഭാമ പറയാണ്, എടാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവളൊരു വൃത്തികെട്ട പെണ്ണാണെന്ന്. ഇപ്പോൾ നിനക്ക് എന്തായി? സത്യയുടെ അച്ഛൻ ആരെന്ന് അവളോട് പലതവണ ഞാൻ ചോദിച്ചിട്ടും അവൾ അതിന് ഉത്തരം നൽകാതിരുന്ന് ഇത് തന്നെ ഇപ്പോൾ നിന്റെ കൺമുന്നിൽ കണ്ടില്ലേ എന്ന് പറയുമ്പോൾ വിഷ്ണു ആകെ അമ്പരന്ന് പോവാണ് കേട്ടോ. പിന്നീട് ആ ബൈക്കിന് പിറകെ വിഷ്ണു ഒരുപാട് ഓടുന്നുണ്ട്. അങ്ങനെ വിഷ്ണു ഇങ്ങനെ ഓടി ഓടി പോകുന്നുണ്ടെങ്കിലും ശാലിനി അത് കാണുന്നുണ്ട്. പക്ഷേ ശാലിനി വണ്ടി നിർത്തുന്നില്ല. അങ്ങനെ ശാലിനി നേരെ പോകുന്നത് കുടുംബശ്രീ ഹോട്ടലിലോട്ടാണ് കേട്ടോ. ഈ സമയം കാണാൻ ശാരദാമ്മ അവിടെ നിൽക്കുന്നത്. ശാരദാമ്മയുടെ മുന്നിലോട്ട് സത്യയുടെ അച്ഛനുമായി വരുമ്പോൾ ശാരദാമ്മ കണക്കിന് കൊടുക്കുന്നുണ്ട്. ആദ്യത്തിൽ സത്യ പറയുന്നുണ്ട് ഇത് എൻ്റെ അച്ഛനാ, ഇത് മോളുടെ അച്ഛനാ, എന്താ ഈ പറയുന്നത്? അതെ ഇത് എൻ്റെ അച്ഛനാ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛാ വാ കയറി വാ എന്നൊക്കെ പറയുമ്പോൾ മോളങ്ങ് പോയിക്കോ, ഞാൻ ശാരദാമ്മയുമായി ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ അങ്ങ് പറഞ്ഞു വിടുന്നതിനോട് കൂടി ശാരദാമ്മ പോതിരെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുമ്പോഴാണ് പിന്നെ ശാലിനി വേഷമൊക്കെ മാറി നിൽക്കുമ്പോഴാണ് കുടുംബശ്രീയിലോട്ട് കയറി വരുന്ന വിഷ്ണു ആണെങ്കിലും കയറി വരുന്ന കാലിതുള്ളി തന്നെയാണ് കേട്ടോ. ഇതുവരെ തന്നെ കോമാളിയാക്കിയതുപോലെ ഇനിയും തന്നെ കോമാളിയാക്കി ഒരു ബൊഫൂണിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പന്താടുന്നത് പോലെ ഇനി ആടാൻ സമ്മതിക്കില്ല കേട്ടോ വിഷ്ണു. നട്ടലുള്ള ഒരു ഭർത്താവായി തന്നെ ഇതുവരെ താൻ എന്തായിരുന്നു എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. ശാലിനിക്കൊപ്പം ഒന്നും മിണ്ടാതെ ശാലിനിയുടെ വാക്കുകളെല്ലാം കേട്ട് തലതാഴ്ത്തി നിന്നിരുന്ന ആ വിഷ്ണുവല്ല ഇനി നമുക്ക് മുന്നിൽ കാണാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ശാലിനി വിഷ്ണുവിനെ കണ്ടോടെ തന്നെ വിഷ്ണുവേട്ട എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ മതിയോടോ തൻ്റെ വിളി, ഞാൻ തൻ്റെ ഈ വിളി കേൾക്കാൻ അല്ല വന്നത്, എവിടെ സത്യയുടെ അച്ഛൻ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇത് കേട്ടോടെ തന്നെ വിഷ്ണുട്ടാ ഞാനൊന്ന് പറയട്ടെ, നീ ഒന്നും പറയണ്ട, നിന്നോട് ചോദിച്ചത് സത്യയുടെ അച്ഛൻ വന്നിരുന്നോ എന്നാണ്. അത് കേട്ട ശാലിനി പറയുന്നത് തീർച്ചയായും വന്നിരുന്നു, എന്നാൽ ആ അച്ഛൻ എവിടെ? ആ അച്ഛനെ എനിക്കും കൂടി കാണണോ എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി പറയണേ വിഷ്ണുട്ടാ ഞാനൊന്ന് പറയട്ടെ, അത് സത്യയുടെ അച്ഛനല്ല ആ വേഷം കെട്ടി വന്നത് ഞാൻ എന്ന് പറയുമ്പോഴേക്കും കുഞ്ഞ് പറയണേ ബിഗ് ഫ്രണ്ട് എൻ്റെ അച്ഛൻ ഇന്ന് സ്കൂളിലോട്ട് വന്നിരുന്നു, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല, ഒരുപക്ഷെ കുളിക്കുക അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, എൻ്റെ അച്ഛനെ ഞാൻ വിളിച്ചിട്ട് വരാം. അത് കേട്ടോടെ തന്നെ മോളോട് ചോദിക്കാൻ, നിൻ്റെ അച്ഛൻ വന്നു മോളെ, സത്യമാണ് നീ പറയുന്നത്? അതെ എൻ്റെ അച്ഛൻ വന്നു, ബിഗ് ഫ്രണ്ട് എൻ്റെ അച്ഛനെ കണ്ടിട്ട് പോയാൽ മതി കേട്ടോ, എൻ്റെ അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയും കേട്ടോ. ഈ സമയം ശാരദാമ്മ അങ്ങോട്ടേക്ക് കയറി വരണം. അപ്പോൾ ശാരദാമ്മയോട് ശാലിനി സത്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ, കാരണം വേഷം മാറി വന്നിരിക്കുന്നത് ശാലിനിയാണെന്ന് ശാരദാമ്മ കയ്യോടെ പിടികൂടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇന്നലത്തെ റിവ്യൂവിൽ പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ ശാരദാമ്മ മോനെ ഞങ്ങളൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും കുഞ്ഞ് തൻ്റെ അച്ഛനെക്കുറിച്ച് വാത്തോരാതെ സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബിഗ് ഫ്രണ്ട് എൻ്റെ അച്ഛനെ ചെറുപ്പമാണ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിങ്ങനെ സംസാരിച്ച് തുടങ്ങാൻ കേട്ടോ. അങ്ങനെ കുഞ്ഞ് വാനോളം പുകഴ്ത്തുന്നത് കേൾക്കുമ്പോൾ അവിടെ വിഷ്ണുവിൻ്റെ മനസ്സിങ്ങനെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ. ഇതേസമയം ശാരദാമ്മ പറയുന്നു മോളെ നീ നിൻ്റെ അച്ഛനെ വിളിക്ക്, നീ എന്തായാലും അങ്ങോട്ട് അകത്തോട്ട് പോ, നിൻ്റെ അച്ഛൻ വരുമ്പോൾ സംസാരിക്കുക, ഇപ്പോൾ വിഷ്ണുമായി ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം കുഞ്ഞ് പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ എനിക്ക് കൊടുന്ന ഗിഫ്റ്റാണ് ഈ പാവ, ഇത് നോക്കി ഇതെൻ്റെ അച്ഛൻ എനിക്ക് തന്നതാണെന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ഞെട്ടി നിൽക്കണം കേട്ടോ. ഈ സമയം കുഞ്ഞിനെ ഒരു തരത്തിൽ അങ്ങ് ശാരദാമ്മ പറഞ്ഞു വിടാണ്. പിന്നീടാണെങ്കിലോ ശാരദാമ്മ പോയ ഉടനെ വിഷ്ണുവിനോട് പറയാൻ ഒരുങ്ങാണ്, അങ്ങനെയല്ല മോനെ കാര്യങ്ങൾ ഞങ്ങളൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും വിഷ്ണു അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. എടോ എൻ്റെ അമ്മ പല തവണയും നീ ഒരു ചീത്ത പെണ്ണാണ്, സത്യയുടെ അച്ഛൻ ആരെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകാതെ നീ മുങ്ങി നടക്കുന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛൻ വേറെ ആരോ ആണെന്ന് എൻ്റെ അമ്മ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വാക്കുകൾക്ക് ഞാൻ ഒരു വിലയും കൊടുത്തിരുന്നില്ല. സത്യ എൻ്റെ സ്വന്തം മോളാണെന്നുള്ള ആ ധാരണയിലാണ് ഇത്രയും നാളും ഞാൻ നടന്നിരുന്നത്. സത്യ എൻ്റേത് മാത്രമാണ്, എൻ്റെ മകളാവണേ എന്ന പ്രാർത്ഥനയായിരുന്നു, കാരണം അത്രയും വിശ്വാസമായിരുന്നല്ലോ എനിക്ക് തന്നെ. പക്ഷേ ഇപ്പോൾ ആ വിശ്വാസങ്ങളാണ് നീ തകിടം മറിച്ചിരിക്കുന്നത്. വിഷ്ണുട്ട ഞാനൊന്ന് പറയട്ടെ, സത്യയുടെ അച്ഛൻ എന്ന് പറയുന്ന ആൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം, നീ ഒന്നും പറയണ്ട, ഇനി ഇതിൽ കൂടുതലായി ഒന്നും പറയണ്ട. ഒരുപാട് കാലമായല്ലോ ചോദിക്കുന്നതിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ നീ പലതവണ എന്നെയിട്ടിങ്ങനെ വിഡ്ഢിയാക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ
തട്ടി നടക്കുന്നത്. അമ്മക്കിടയിലും ഭാര്യക്കിടയിലും സത്യങ്ങളൊന്നും അറിയാതെ ഒരു പൊട്ടനെ പോലെ ഞാൻ നടക്കുകയാണല്ലോ. ഒരുപാട് തവണ എൻ്റെ അമ്മയും അതുപോലെ ഞാനും നിന്നോട് ചോദിച്ചതാണ്, എന്തെങ്കിലും തുറന്നു പറയാനുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ എന്ന്. അപ്പോഴൊന്നും നീ ഉത്തരം നൽകാതിരുന്നേ. ഇതുകൊണ്ടായിരുന്നൂലേ സത്യക്ക് വേറൊരു അച്ഛനുണ്ടേലേ, അപ്പോൾ ഞാൻ അറിയാതെ നീ വേറൊരുത്തനെ വിവാഹം കഴിച്ചൂലേ എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവേട്ട എന്താ ഈ പറയുന്നത്? നീ ഒന്നും പറയണ്ട, മതി, മടുത്തു, നീയുമായുള്ള ജീവിതം മടുത്തു, എല്ലാം മടുത്തു. എനിക്ക് ഒരു വിശ്വാസമുണ്ടായിരുന്നു, എൻ്റെ ഭാര്യ എന്നോട് തെറ്റും ചെയ്യില്ല, ഒരു കളവും ചെയ്യില്ല, എന്നെ മാത്രമാ സ്നേഹിക്കുകയുള്ളൂ എന്ന്, എൻ്റെ മകളായിരിക്കും സത്യ എന്നുള്ളൊക്കെ ഒരു വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസത്തെയാണ് നീ ഇന്ന് തകർത്തിരിക്കുന്നത്. ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി നീയുമായി ഒരു ജീവിതവും എനിക്കില്ല, ജീവനുമില്ല, മതി, മടുത്തു, എൻ്റെ പ്രാണനാണ് ഇതിനുള്ളിൽ നടക്കുന്നത് എന്നുള്ള ആ ഒരു വിശ്വാസത്തിലായിരുന്നു ഞാൻ ഇത്രയും നാളും ജീവിച്ചിരുന്നത്. നീ തന്ന ഓർമ്മകളിലൂടെയായിരുന്നു ഞാൻ ഇത്രയും നാളും ശ്വാസമെടുത്തിരുന്ന. അതെല്ലാമാണ് നഷ്ടപ്പെട്ടു പോയത്. ഇനി മതി, എനിക്കൊന്നും കേൾക്കണ്ട എന്നും പറഞ്ഞ് വിഷ്ണു പൊട്ടിത്തെറിക്കുമ്പോൾ ശാലിനി പറയണേ, വിഷ്ണുവേട്ടൻ ഞാനൊന്ന് പറയുന്നത് കേൾക്ക്, സത്യയുടെ അച്ഛൻ ആരാണെന്നല്ലേ വിഷ്ണുവേട്ടനെ അറിയേണ്ടത്, അത് ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞിട്ട് ശാരദാമ്മ പറയണ, മോനെ നീ വിചാരിക്കുന്നത് പോലെയല്ല, സത്യ ഭാഷ പിടിച്ച് അവളുടെ അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ അവിടെ നമ്മുടെ മകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങുമ്പോഴേക്കും മതി, ആരാണ് അച്ഛനെന്ന് അറിഞ്ഞിടത്തോളം ഞങ്ങൾക്ക് മതിയായി എന്ന് പറഞ്ഞ് സത്യഭാമ അങ്ങോട്ട് കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് സത്യഭാമ പറയണേ, എൻ്റെ മകനെ കുറേ ആയല്ലോ പൊട്ടനാക്കുന്നു, ഒരുപാട് തവണയായല്ലോ ശാരദാമ്മ നിങ്ങളുടെ മകളോട് സത്യ ആരുടെ കുഞ്ഞാണെന്ന് ചോദിക്കുന്നത്, അതിന് വ്യക്തമായ ഉത്തരം തരാതെ ഇവൾ മുങ്ങി നടന്ന് ഇതായിരുന്നൂലേ. എന്തായാലും ഇവളുടെ ഇപ്പോഴത്തെ ഭർത്താവിനെ ഇവൾ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച് ഇനി അധികം ഒന്നും സംസാരിക്കാൻ നിൽക്കേണ്ട, എന്ത് കാണാനാണ് ഇനി ഇവിടെ നിൽക്കുന്നടാ, വാ നമുക്ക് പോവാം. ഇനി എൻ്റെ മകനെ തിരക്കി നീ ആ വീട്ടിലോട്ട് വരികയോ വിഷ്ണു എന്ന പേര് പറയുകയോ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സത്യഭാമ ആരാണെന്ന് നീ ശരിക്കും അറിയും. ഇപ്പോഴെൻ്റെ മകൻ്റെ മുന്നിൽ ആ സത്യം തെളിഞ്ഞ സ്ഥിതിക്ക് ഇത്രയും നാൾ ഈ അമ്മ അവനോട് പറഞ്ഞിരുന്നു ഇത് തന്നെയാണ്, വല്ലവരുടെയും കുഞ്ഞിനെ നീ വളർത്തേണ്ട ഗതികേട് നിനക്ക് ഇല്ലടാ എന്ന്. ഇപ്പോൾ ആ സത്യം ഞാൻ അവന് മുന്നിൽ തെളിയിച്ചു കൊടുത്തില്ലേ. ഇത്രയും വഞ്ചകിയായ ഒരു ഭാര്യയാണ് ഇത്രയും നാളും അവൻ മനസ്സിൽ കൊണ്ടു നടന്നത്. അവൻ്റെ ജീവിതം മുഴുവൻ ഇത്രയും വഞ്ചകിയായ ഒരുത്തിക്ക് വേണ്ടിയാണല്ലോ ഹോമിച്ചത് എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ വിഷ്ണുവിൻ്റെ സ്വഭാവം ആകെ മാറി മറിയാണ് കേട്ടോ. നിന്നെപ്പോലെ ഒരു വഞ്ചകയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന ആ ഭാവത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്നും ശാലിനിയെ വിട്ട് വിഷ്ണു പോകുന്നത് കേട്ടോ. ഇനിയാണ് ശാലിനി എല്ലാം തുറന്നു പറയാൻ വിഷ്ണുവിന് മുന്നിലോട്ട് ഓടുന്നത്. പക്ഷേ വിഷ്ണു ഇനി മുഖം കൊടുക്കില്ല. പിന്നീട് ശാലിനി വിഷ്ണുവേട്ട എന്ന് പറഞ്ഞ് വിളിക്കുമെങ്കിലും കൂടിയിട്ട് വിഷ്ണു ശാലിനിയോട് പിന്നീട് മിണ്ടുകയൊന്നും ചെയ്യില്ല കേട്ടോ. ഇതേ സമയം ശാരദാമ്മ, മോളെ നീ നിൻ്റെ മകൾക്ക് വേണ്ടി ഇത് ചെയ്യുമ്പോൾ നിൻ്റെ ജീവിതം എന്നേക്കുമായി ഇല്ലാതായല്ലോ, വിഷ്ണുവിൻ്റെ വിശ്വാസമാണല്ലോ നഷ്ടപ്പെട്ടത്, ഇനി നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ശാലിനി പൊട്ടി കരയാണ് കേട്ടോ. അങ്ങനെ ശാലിനി ചെയ്ത പാപത്തിനുള്ള ശിക്ഷ ഇനി വിഷ്ണുവിൽ നിന്ന് കിട്ടാനിരിക്കുകയാണ്. കാരണം ഒരു ഭർത്താവ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് തൻ്റെ അനിയത്തിക്ക് വേണ്ടി ജീവൻ ഹോമിച്ചതിൽ അതിൽ തനിക്ക് കിട്ടിയ ശിക്ഷ എന്തെന്ന് ഇനി ശാലിനി ഓരോന്നായി മനസ്സിലാക്കണം. അതോടുകൂടി എല്ലാ സത്യങ്ങളും മറച്ചു വെച്ച് എല്ലാം തുറന്നു പറയാൻ തന്നെ തയ്യാറായി മുന്നോട്ട് വരുന്ന ആ സീനാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും 2-3 ആഴ്ചകൾ ഈ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കേണ്ടി വരും. കുറച്ചും കൂടി ദുരിതം അനുഭവിക്കാനുണ്ട്. സത്യഭാമയ്ക്ക് വീട് വിട്ടിറങ്ങുന്ന ആ ഒരു ദുരിതമുണ്ട്. സത്യഭാമയുടെ ഈഗോ അത് എന്നേക്കുമായി ഇല്ലാതാക്കുന്ന ആ ഒരു സീന് വരാനുണ്ട്. അതിനൊരു പാഠം പഠിപ്പിക്കുന്ന ഒരു സീനാണ് കേട്ടോ ഈ ഉപേന്ദ്രൻ്റെ വരവ്. അതും കൂടി കഴിഞ്ഞാലാണ് നമുക്ക് മുന്നിൽ ഇനി ഇത് കാണാൻ കഴിയും കേട്ടോ.